ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടൊന്നുമല്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മാരുതി വാഹനത്തിൻ്റെ ചെറിയൊരു വ്യത്യാസമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. മാരുതി വാഹനങ്ങൾ എടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ വിലക്കുറവും അതേമാതിരി തന്നെ വാഹനം എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് വാഹനം നിഷ്പ്രയാസം വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൂടുതലും പേരും മാരുതി ചൂസ് ചെയ്യുന്നത്. അതേമാതിരി തന്നെ വാഹനത്തിൻ്റെ സ്പെയർ പാർട്സിന് വിലക്കുറവാണ്. നിങ്ങളിപ്പോൾ മേടിക്കുന്ന മാരുതിയുടെ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ പല വാഹനങ്ങളും നിങ്ങൾക്ക് ഇതേമാതിരി ഗിയർ ലിവറിൻ്റെ പൊസിഷനിൽ കാണാൻ സാധിക്കും. PRND2L എന്നുള്ളത് കാണാൻ സാധിക്കും. അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ എഞ്ചിനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് 4 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്. ഈ വാഹനം ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഡിപ്സ്റ്റിക്കും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതേമാതിരി തന്നെ മറ്റൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതും അതേമാതിരി തന്നെ ഒരു പുതിയ മോഡൽ വണ്ടിയാണ്, സുസുക്കിയുടെ തന്നെയാണ്. അപ്പോൾ ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഓപ്ഷനുകളൊന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ വാഹനത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ RNDM എന്ന് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ഇതിൽ പാർക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ല. അതേമാതിരി തന്നെ L എന്നുള്ളൊരു ഓപ്ഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. എന്താണ് ഈ രണ്ട് ട്രാൻസ്മിഷൻ തമ്മിലുള്ള വ്യത്യാസം, അതേമാതിരി തന്നെ ഈ രണ്ട് ട്രാൻസ്മിഷനിൽ ഏതാണ് ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതേമാതിരി തന്നെ ഏത് ട്രാൻസ്മിഷനാണ് ഏറ്റവും കാലം ഈട് നിൽക്കുന്നത് കംപ്ലൈൻറ്റ് ഇല്ലാതെ നോർമൽ ഒരു ഡ്രൈവിങ്ങിൽ. അതേമാതിരി തന്നെ ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന എഞ്ചിനും 4 സിലിണ്ടർ തന്നെയാണ്. ഈ ഒരു 4 സിലിണ്ടറിനോട് ചേർന്ന് തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു അടിപൊളി ഒരു ഗിയർ ബോക്സ് നിങ്ങൾക്ക് കാണാം, ട്രാൻസ്മിഷനും നിങ്ങൾക്ക് കാണാം. അതേമാതിരി തന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് മുകളിലായിട്ട് നിങ്ങൾക്കൊരു ഓയിലിൻ്റെ ടാങ്കും കാണാൻ സാധിക്കുന്നതാണ്.